ആദ്യമായി ട്രാവൻകൂർ കലാസമിതിയുടെ പ്രസിഡന്റ് ശ്രീ സജീവൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, ട്രാവൻകൂർ കലാസമിതിയുടെ പ്രസിഡന്റ് ശ്രീ സജീവ് കുമാർ, 2 സിനിമയ്ക്കും നേതൃത്വം കൊടുത്ത് സംവിധാനം ചെയ്ത ശ്രീ ഗജേന്ദ്രൻ ബാവ, 2 സിനിമയിൽ അമ്മുവും വേട്ടയും, രണ്ടും കൂടുതൽ ആളുകളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ RS പ്രദീപ് സാറിനെ. അത്തരത്തിൽ ഈ ഷോർട്ട് ഫിലിം മേഖലയിൽ ഒരു മുത്താണ് ശ്രീ ഗജേന്ദ്രബാബു. ഞങ്ങളൊക്കെ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് വെള്ളിത്തിര സ്വപ്നം കണ്ടിട്ടാണ്. പക്ഷേ ഗജേന്ദ്രബാബു ഒരിക്കലും വെള്ളിത്തിര സ്വപ്നം കണ്ടിട്ടല്ല ചെയ്യുന്നത്. ഈ ഷോർട്ട് ഫിലിമുകൾ തന്നെ സിനിമയെക്കാളും വലിയൊരു ആംബിയൻസിൽ റിലീസ് ചെയ്യാനും അതുപോലെ സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഹിറ്റ് ആക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന 2 ചിത്രങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. ഒന്ന് അമ്മു, ഒരു കൊച്ചുമിടുക്കിയുടെ സിനിമ ഞാൻ കണ്ടതാണ്. നാഷണൽ ഫിലിം അക്കാദമി ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ ഫെസ്റ്റിവലിൽ മികച്ച കുട്ടികൾക്കുള്ള ചിത്രങ്ങൾക്കുള്ള പുരസ്കാരം കിട്ടിയപ്പോൾ ഞാൻ ആ ചിത്രം കണ്ടതാണ്. ഒരു കുട്ടിയുടെ പരിസ്ഥിതി സ്നേഹവും അതിനെ അതിജീവിക്കുന്ന കഥയാണ് നല്ല മനോഹരമായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ചിത്രം വേട്ടയാണ്. ശ്രീ സുദർശനാണ് അതിൽ വേട്ടയ്ക്കിറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്ന അമ്മു, വേട്ട സിനിമകളുടെ സംവിധായകൻ ഗജേന്ദ്രൻ ബാവ സാറിനെ പൊന്നാട അണിയിച്ച് ആദരവ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി അനിൽ സാറിനെ. അമ്മു എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്ത അമ്മുവിനെ അടുത്തതായി അമ്മുവിലെ നായകൻ തൃശൂർ ജില്ലക്കാരൻ രതീഷ് വരവൂരിനെ. അമ്മുവിലെ നായിക അഷ്ടമി കൃഷ്ണ. എനിക്ക് മികച്ച നടിക്കുള്ള ഈ അവാർഡ് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം ഗജേന്ദ്ര സാറിന്. ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ മറ്റ് പ്രോജക്റ്റിലായിരുന്നിട്ട് കൂടി ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് വന്നതാണ്. ഗജേന്ദ്ര ബാബ സാറും ഞാനും തമ്മിൽ ഇത്രയും വർഷത്തെ പരിചയമുണ്ട്. പുതിയ ആളുകൾക്ക്, കലാകാരന്മാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി സാറ് ചെയ്ത ഈ സംരംഭം വളരെ നന്നായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ശാന്തിഗ്രാം ഡയറക്ടർ ശ്രീ പത്മരാജൻ സാറിനെ ക്ഷണിക്കുന്നു. ഞാനും ഗജേന്ദ്രനും ഒരു കലാസമിതിക്ക് രൂപം കൊടുത്ത് ജന്മം കൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റാണ് ഗജേന്ദ്രൻ. ആർട്ടിസ്റ്റ് മീൻസ് ചിത്രകാരനാണ്. സിനിമയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ഗ്രാൻഡ് മാട്ടോയി ആയിരുന്നാലും നാൻ സരോവണനായിരുന്നാലും ശരി തന്നെ നമ്മുടെ ഒരു കൊമേഴ്സ്യൽ ഫിലിമിന് കാണുന്ന തരത്തിൽ തന്നെ ഗജേന്ദ്രൻ ഈ ചിത്രങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അന്നും സമൂഹത്തിന് എപ്പോഴും ഒരു സന്ദേശം കൊടുക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഈ ചിത്രങ്ങൾ. വേട്ട എന്ന ചിത്രത്തിലെ നായക വേഷം ചെയ്ത അതുല്യ കലാകാരൻ സുദർശനൻ. പ്രിയപ്പെട്ട സുഹൃത്ത് ഗജേന്ദ്രൻ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന RS പ്രദീപ്. അവസരങ്ങളാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ നെപ്പോട്ടിസം ഉള്ളവരല്ല, ഹോട്ടലിസം ഉള്ളവരല്ല, ഡോളറിസം ഉള്ളവരൊന്നുമല്ല. ഒരു ഒറ്റപ്പെട്ടവരാണ്, തനി വഴി വെട്ടി വന്നവരാണ്. വെട്ടിയെടുത്ത് മുന്നോട്ട് പോകാൻ അത് തടഞ്ഞു നിൽക്കുകയാണ്. ആരെങ്കിലും ഒന്ന് തുറന്നു തന്നാൽ അതൊക്കെയാണ് ഈ ഭാവി കിട്ടുന്ന ഉപകാരങ്ങൾ എന്ന് പറയുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. വേട്ട എന്ന ചിത്രത്തിലെ നായിക ഗൗരിക്ക്. മായ വിശ്വനാഥനെ ക്ഷണിക്കുന്നു. ഗജേന്ദ്രൻ ചേട്ടൻ്റെ ഈ പുതിയ സംരംഭത്തിനും ഇതിൽ ഈ 2 കൊച്ചു സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കും ടെക്നീഷ്യന്മാർക്കും ഗജേന്ദ്രൻ ചേട്ടനും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ധനം കണ്ണൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ
ട്രാവൻകൂർ കലാസമിതിക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം വളർന്നു വരുന്ന പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ഗജേന്ദ്ര ബാവ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാനും ഒരു നല്ല വേഷം ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ 2 ഷോർട്ട് ഫിലിമുകൾ ഇന്നിപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 ചലച്ചിത്രത്തിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. സ്നേഹം മാത്രം. നമ്മുടെ ഇതിൻ്റെ കൂടെ സഹകരിച്ച എൻ്റെ പ്രവർത്തകരാരും സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള സമയം ഇല്ല. കുട്ടികളൊക്കെ സഹിച്ച് എൻ്റെ കൂടെ നിന്ന ഈ കുഞ്ഞു സിനിമയുടെ വിജയത്തിന് വേണ്ടി കൂടുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. പടം തുടങ്ങുന്നു. കേരള വണ്ടിയിൽ